ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്ക് ട്രാവൽ ഇറ്റ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു നാടൻ വിഭവമായിട്ടാണ്. നാടൻ വിഭവം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസണാണല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ചക്ക വെച്ചൊരു ഐറ്റം ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ചക്ക വിളയിച്ചത് അല്ലെങ്കിൽ ചക്ക വരട്ടിയത് ഈ ഒരു ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വർഷമോ 2 വർഷമോ നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാം. ഈ വീഡിയോയുടെ അവസാനം എങ്ങനെ നിങ്ങൾക്കത് കേടുകൂടാതെ സൂക്ഷിക്കാമെന്നുള്ളൊരു ടിപ്പും കൂടി നമ്മൾ പറഞ്ഞു തന്നായിരിക്കും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ ചക്ക വരട്ടിയത് ചെയ്യാൻ ആവശ്യമായിട്ട് നമ്മളൊരു 1/2 കിലോ നെയ്യ് എടുത്തിട്ടുണ്ട്. ഒരു 2 ചക്ക നമ്മൾ വെട്ടി ശരിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കിലോ ശർക്കര നമ്മൾ ഇതിൻ്റെ മധുരത്തിന് വേണ്ടി ചേർക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ചക്ക നല്ല പഴുത്ത പഴമായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1 കിലോ ശർക്കര ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ആവശ്യമായ നെയ്യും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് വെള്ള എള്ള് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ എള്ള് കടിക്കുമ്പോൾ ആ മധുരത്തിൻ്റെ കൂടെ എള്ളും കൂടെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉരുളി, അടി കട്ടിയുള്ള ഒരു ഇൻഡാലിയത്തിൻ്റെ ഉരുളി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് നെയ്യ് നമ്മൾ ഒഴിക്കണം. അതെന്ന് വെച്ചാൽ ഈ ചക്ക വരണ്ട് വരുമ്പോൾ അടി പിടിക്കാതിരിക്കാനായിട്ടാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യ് നല്ലോണം അലിഞ്ഞ് ലയിച്ച് വന്നിട്ടുണ്ട്. ഇതിട്ട് നമുക്ക് പതിയെ ചക്ക ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചക്ക ഇതിനകത്തേക്ക് അടിച്ചു വെച്ചത് ഒഴിച്ചിട്ടുണ്ട്. മിക്സിയിൽ അടിച്ചെടുത്തേക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പവും. അല്ലെങ്കിൽ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്നും ചെയ്യുമ്പോഴത്തേക്കും വെന്ത് ആ വെള്ളം ഇറങ്ങി വരുമ്പോഴത്തേക്കും തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വളരെ എളുപ്പമാണ്. സമയവും കുറച്ച് മതിയാവും. അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ, അടുക്കി പിടിക്കാതെ നല്ലോണം അടുക്കി ചേർത്ത് ഇളക്കണം. അപ്പോൾ നമുക്ക് ചക്ക ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് വെന്ത് വന്നതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചക്ക വെന്ത് വെള്ളം വറ്റിയതാ ഈ ഒരു അവസ്ഥയായിട്ടുണ്ട്. അത്യാവശ്യം എള്ള് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ തീ അടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ശർക്കരപ്പാനി ചേർക്കാം. നമ്മളൊന്ന് ഇളക്കി മറിച്ചിരിക്കണം. ശർക്കരപ്പാനി ചേർക്കാം. അപ്പോൾ നമ്മൾ ഉരുക്കി അരിച്ചു വെച്ചേക്കുന്ന ശർക്കരപ്പാനിയാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് നല്ലോണം കൈവിടാതെ ഇളക്കാം. അപ്പോൾ നമ്മുടെ ചക്ക വരട്ടിയതാ ഈ ഒരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം പറ്റി നമ്മുടെ ഈ ചട്ടകത്തിൽ നിന്ന് വിടണ അവസ്ഥയാവണം. അപ്പോൾ അതിനുശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചക്ക ഇതാ വരണ്ട് ശർക്കരപ്പാനിയായിട്ട് ലയിച്ച് ഏകദേശം ചട്ടകത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു കട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ കുറച്ചും കൂടെ ഒന്ന് പറ്റാനുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് എള്ള് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്കത് വേണമെങ്കിൽ ഇതിനകത്ത് നെറ്റൊക്കെ ചേർത്ത് ചെയ്യാം. നമുക്ക് കാഷ്യൂവും ബദാമൊക്കെ ചേർത്ത് ചെയ്യാം. അപ്പോൾ അധികകാലം ഇരിക്കാത്തൊരു സംഭവം വയ്ക്കാതെ നമുക്ക് തീർക്കാനുള്ളൊരു 2-3 മാസത്തേക്ക് ഇരിക്കാനുള്ള സംഭവം നമുക്ക് ഇതിനകത്തേക്ക് ഈ പറഞ്ഞ പോലെ
കാഷ്നട്ടും ബദാമും പിസ്തയൊക്കെ ചേർത്ത് നമുക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഇതൊന്ന് പാകത്തിനായി വരട്ടെ, അതിനുശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചക്ക ഈ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കുകയാണ്. ഇങ്ങനെ ഇളക്കി നമ്മുടെ ചക്കടത്തിൽ നിന്ന് നമ്മുടെ ചക്ക വിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. കുറച്ച് കാലം വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ചക്ക വരട്ടിയത് ഇതാ ഈ കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല ഒരുമിച്ച് എല്ലാം യോജിച്ച് വന്ന് അത് ചട്ടകത്തിൽ നിന്ന് വിട്ടുപോരുന്നൊരവസ്ഥ ഒരു കട്ടിപ്പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇതാ വെള്ളയെള്ള് കാണുന്നുണ്ടോ? ഇതാ വെള്ളയെള്ള് ഇത് അല്പം ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ ചക്ക വരട്ടിയത് കാണാനും ഒരു ഭംഗിയാവും. ഈ എള്ള് കടിക്കുമ്പോൾ അതും ഒരു ടേസ്റ്റും ആവും. നമ്മുടെ കയ്യിലേ കഴിഞ്ഞ ദിവസത്തെ ബിരിയാണി ചെയ്തതിൻ്റെ കുറച്ച് നട്ട്സ് ഇരിപ്പുണ്ട്. അപ്പോൾ ആ നട്ട്സ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒരു 50 ഗ്രാമോളം നട്ട്സ് നമ്മളൊന്ന് നെയ്യിൽ ഫ്രൈ ചെയ്ത് ചേർക്കുകയാണ്. നമുക്ക് പുളിയില്ലാത്ത ഐറ്റംസ് എന്തും ഇതിനകത്തേക്ക് ചേർക്കാം. അതായത് ഉണക്കമുന്തിരി ചേർക്കാൻ പറ്റില്ല. ബാക്കി പിസ്ത, കാഷ്നട്ട്, കപ്പലണ്ടി, ഉപ്പില്ലാത്ത കപ്പലണ്ടി നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ള എല്ലാ നട്ട്സും നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതായാലും ഒരു 50 ഗ്രാമോളം ക്യാഷ് ഉണ്ട് കഴിഞ്ഞ ദിവസം ബിരിയാണി ചെയ്തതിൻ്റെ. അത് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത്തിരി നെയ്യ് ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ചക്ക വരട്ടിയത് ഒരു 5-6 വർഷമൊക്കെ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുപ്പിയുടെ മുകളിൽ കുറച്ച് പഞ്ചസാര ഇട്ട് വെച്ചാൽ മതി. ധൈര്യമായിട്ട് അത് പുറത്ത് വയ്ക്കും. ഇപ്പോൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നട്ട്സ് ചേർക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളെ കശുവണ്ടി നമ്മൾ നെയ്യ് ഒഴിച്ച് ഒന്ന് ഫ്രൈഡാക്കി എടുത്തിട്ടുണ്ട്. നല്ല റെഡ് കളർ ആവുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ നെയ്യോട് കൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് അല്ലേ? നല്ലപോലെ നമുക്ക് ഇറച്ചി മിക്സ് ചെയ്യാം. കശുവണ്ടി, നെയ്യും അതേപോലെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഒത്തിരി രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചക്ക വരട്ടി ഇതേപോലെ നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇരുന്ന് ഇളക്കാനും നല്ല ടൈറ്റാണ്. അപ്പോൾ ഇതാ നട്ട്സൊക്കെ ഇട്ട് നല്ല കിടലിനായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കുട്ടികൾ ഹോസ്റ്റലിലേക്കൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു വിട്ട് നോക്കി. അതേപോലെ നമുക്കിത് ഉപയോഗിച്ച് ചക്കയപ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ചക്ക വരട്ടിയത് എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? കാഷ്നട്ടൊക്കെ ചേർത്ത്, കാഷ്നട്ട് വെള്ളമൊക്കെ ചേർത്ത് വെറൈറ്റി അല്ലേ? അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതാ നമ്മുടെ ചക്ക വരട്ടിയത് ഇങ്ങനെ റെഡിയായി നല്ല നെയ്യുടെ മണവും ആ കാഷ്നട്ട് വറുത്തിട്ടതിൻ്റെ ആ ഒരു ഇതും എല്ലാം കൂടെ ആയിട്ട് ഇവിടെ ആകെ ഒരു നല്ലൊരു സ്മെല്ല് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഐറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് നമ്മൾ പറയുക, നമ്മളത് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ അച്ചാറുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൊറിയർ വഴി ഓൾ ഇന്ത്യ നമ്മൾ സപ്ലൈ ചെയ്ത് തരുന്നതാണ്. അല്ലാത്തവർക്ക് നമ്മുടെ കാറ്ററിങ്ങിൽ വന്ന് മേടിക്കുക. നമ്മുടെ മാമലയിലാണ് നമ്മുടെ യൂണിറ്റ് ഉള്ളത്. അവിടെ ഓട്ടോ സ്റ്റാൻഡിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റ് കറക്റ്റായിട്ടുള്ള സ്ഥലം അവർ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് കമൻ്റായിട്ട് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.